Good morning students. ഇന്ന് നമ്മൾ അടുത്ത ഡെറിവേഷൻ ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലീനിയർ ഫേസ് FIR ഫിൽറ്റർ. അതായത് ആ കേസിൽ സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസും നമ്പർ ഓഫ് സാമ്പിൾസ് ഓടും. അതായത് എന്നിന്റെ വാല്യൂ ഓടും. ഒരു സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസിൽ n ഓടാകുമ്പോൾ ഉള്ള ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇന്നലെ ഡിറൈവ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ്. പക്ഷേ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈവൻ ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമെട്രിക് ഇമ്പൾസ് റെസ്പോൺസ് തന്നെ, പക്ഷേ എന്നിന്റെ വാല്യൂ എന്തായിരുന്നു? ഓഡാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് when which is symmetric and n is even. ഇവിടെയും സെൻറ്റർ ഓഫ് സിമെട്രി എവിടെ തന്നെയാണ്? n-1/2. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഗിവൺ ബൈ capital H of e raised to j omega equal to sigma n equal to 1 to n/2 2h n/2 minus n cos omega into n minus half into e raised to minus j omega n minus 1/2. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്കറിയാം ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ടേം വരും. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷനും അടുത്തത് ഫേസ് ഫംഗ്ഷനും, വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ a of omega and e raised to j theta of omega. വേർ a of omega എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഫംഗ്ഷൻ ആണ്. അതെന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റിനകത്തുള്ളത്. ഇറ്റ് ഇസ് സിഗ്മ n equal to 1 to n/2 2h n/2 minus n cos omega n minus half. ഇനി ആംഗിൾ ഫേസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ ഓഫ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ. കാരണം ജെയുടെ കൂടെ വരുന്ന ഏതൊക്കെയാണ്? മൈനസ് ഓഫ് ഒമേഗ n minus 1/2, ഓർ യു ക്യാൻ ഓൾസോ റൈറ്റ് മൈനസ് ഒമേഗ ഇൻറ്റു ആൽഫ, where alpha is equal to n minus 1/2. ഇനി മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ളതിന്റെ മോഡുലസ്. സോ ദാറ്റ് ഇസ് വൈ മോഡുലസ് ഓഫ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ n equal to 1 to n/2 2h n/2 minus n cos ഓഫ് ഒമേഗ ഇൻറ്റു n minus 1/2. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദ പ്രൂഫ് ഇന്നലത്തെ പോലെ തന്നെ പ്രൂഫാണ്. ദ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്കറിയാം. ഒരു എച്ച് ഓഫ് എന്നിന്റെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ n equal to minus infinity to infinity h of n e raised to minus j omega n. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈനൈറ്റ് സാമ്പിൾസ് ആയതുകൊണ്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല വരുന്നത്. എന്താവും? n equal to 0 to n minus 1. So sigma n equal to 0 n minus 1 h of n e raised to minus j omega n. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഇമ്പൾസ് റെസ്പോൺസ് ആണ്. നോക്കി, ഇതൊരു എക്സാമ്പിൾ ആണെങ്കിൽ കൊടുത്തതാണ്. ഇവിടെ എക്സ് ആക്സിസിലെ എന്നും വൈ ആക്സിസിലെ എച്ച് ഓഫ് എൻ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തേക്കണം ഈവൻ സാമ്പിൾസ്. കാരണം എന്തുകൊണ്ടാണ്? 1 2 3 4 5 6 സാമ്പിൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി 6 സാമ്പിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് സിമെട്രിയുടെ ഇക്വേഷൻ എന്താണ്? n minus 1/2. അപ്പോൾ 6 minus 1 എന്ന് പറഞ്ഞാൽ 5, 5 divided by 2 എന്ന് പറഞ്ഞാൽ 2.5. അതാണ് ഞാൻ 2.5യുടെ അവിടെ സെൻറ്റർ ഓഫ് സിമെട്രി കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെൻറ്റർ ഓഫ് സിമെട്രിക്ക് ഇപ്പുറത്തോട്ട് സിമെട്രിക് ആണ്. നോക്കിയേ, 2 ഇതാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും 3 നിൽക്കുന്നത്. 1 എന്താണോ അതുപോലെ 4 വരും. 0 ഇതായതുകൊണ്ട് 5 0. ഇതൊരു ഇമ്പൾസ് റെസ്പോൺസ് ആണ്. ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അതായത് ഇതിന്റെ ക്യാപിറ്റൽ H ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ ജനറൽ എക്സ്പ്രഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പോലെ തന്നെ സിമെട്രിക്ക് മുമ്പുള്ള 3 പാർട്സ് ആണ് എടുത്തത്. ഒന്ന് തുടക്കം പ്ലസ് സെൻറ്റർ ഓഫ് സിമെട്രി, അത് കഴിഞ്ഞ് അടുത്ത പോർഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ഈ എക്സ്പ്രഷൻ, അതായത് ഈ എക്സ്പ്രഷനെ, ഈ സമ്മേഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് ഈ സെൻറ്റർ ഓഫ് സിമെട്രിയുടെ ഈ ഒരു പോർഷനും അടുത്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ ഓഫ് സിമെട്രിയുടെ അടുത്ത ഈ പോർഷൻ. അതെങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും? അതാണ് ഞാൻ ഇനി പറയുന്നത്. നോക്കിക്കോണേ. That is for symmetric impulse response with even number of samples n is equal to even, center of symmetry lies between n equal to n/2 minus 1 and n equal to n/2 എന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിനകത്ത് നോക്കി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? n equal to, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. n equal to 6 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് എവിടെയാണ് വന്നേക്കണേ? 2.5 അല്ലേ? ദാറ്റ് ഇസ് n minus 1/2 equal to 2.5. കണ്ടോ? 2.5ലാണ് എൻ്റെ സെൻറ്റർ ഓഫ് സിമെട്രി പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സിമെട്രിക് കേസിൽ സെൻറ്റർ ഓഫ് സിമെട്രി ജനറലി വരുന്നത് ബിറ്റ്വീൻ n/2 minus 1. ഇപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ എടുക്കുവാണെങ്കിൽ n/2 minus 1 എന്ന് പറയുമ്പോൾ 6 divided by 2 എന്ന് പറഞ്ഞാൽ 3 minus 1. കണ്ടോ? ഇത് ഏതിൻ്റെ ഇടയ്ക്കാണ് ശരിക്കും ഇത് വരുന്നത്? 2വിൻ്റെയും 3ൻ്റെ ഇടയ്ക്കല്ലേ?
ഈ 2.5 എന്ന് പറയുന്നത് ഇതിനിടയിലാണ് നടക്കുന്നത്. ലൈസ് ബിറ്റ്വീൻ 2 and 3. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? n/2 - 1 അല്ലേ? എന്നിന്റെ വാല്യൂ എത്രയാണ്? 6. 6/2 എന്ന് പറഞ്ഞാൽ 3. 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അടുത്ത n = n/2 എന്ന് പറഞ്ഞാൽ എന്താ? 6/2 3 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജനറൽ ആയിട്ട് ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിമെട്രിക് ഇമ്പൾസ് വിത്ത് n = ഈവൻ ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് സിമെട്രി എപ്പോഴും ലൈ ചെയ്യുന്നത് വെൻ n = n/2 - 1 ഉം n = n/2. അതാണ് ജനറൽ. അപ്പോൾ ഈ ലിമിറ്റ് വെച്ച് നമ്മൾ ആ ലിമിറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് സിഗ്മ n = 0 n - 1 എന്നുള്ള സമ്മേഷനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു വിത്ത് ലിമിറ്റ് സിഗ്മ n = 0 n/2 - 1. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ഈ സെൻട്രോ സിമെട്രിക്ക് മുമ്പുള്ള ഇത്രയും പോർഷൻ അതെന്ന് പറയുന്നത് എന്താ? 0 to n/2 - 1 ഉം പിന്നെ ഇവിടം തൊട്ടാണെങ്കിൽ n/2 to n - 1 ആ സ്പ്ലിറ്റിംഗ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. So that becomes sigma n = 0 to n/2 - 1 h of n e raised to minus j omega n plus sigma n = n/2 to n - 1 h of n e raised to minus j omega. ഇനിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡെറിവേഷൻ മനസ്സിലായെങ്കിൽ ഇത് ഈസി ആയിരിക്കും. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ലെറ്റ് m = n - 1 - n. അങ്ങനെയാണ് ഇതിൽ നിന്ന് n എന്ന് പറഞ്ഞാൽ എന്താണ്? therefore small n is equal to n - 1 - n. ഇനി നമുക്കിവിടെ നമ്മൾ ഈ ലിമിറ്റ്, കാരണം നമ്മുടെ നേരത്തെ പോലെ തന്നെ ഈ ലിമിറ്റിനെയും സിഗ്മ n = 0 to n/2 - 1 എന്നാക്കാനാണ് നോക്കുന്നത്. അതായത് ഇവിടുത്തെ n/2 to n - 1 മാറ്റിയിട്ട് എങ്ങനെയെങ്കിലും ഈ സെയിം ലിമിറ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. എന്നാലാണ് നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ കേസ് കൊടുക്കുകയാണ് n = n/2. n = n/2 കൊടുക്കുമ്പോൾ എന്തുവരും? n/2, അതായത് n-ന് n/2 കൊടുക്കുമ്പോൾ n/2 = n - 1 - m. അപ്പോൾ എമ്മിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? n/2 - 1 എന്ന് കിട്ടും. കണ്ടോ? n- ഇതിൻ്റെ LCM എടുക്കുന്നു. LCM എടുത്ത് കഴിയുമ്പോൾ 2n - n എന്ന് പറഞ്ഞാൽ n വരും, 2/2 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? n/2 - 1. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? വെൻ n = n - 1 അല്ലേ? അടുത്ത ലിമിറ്റ് n = n - 1 അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? വെൻ n = n - 1. അപ്പോൾ എന്നിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? n - 1 കൊടുക്കുക ഈക്വൽ ടു n - 1 - m. അപ്പം നമുക്ക് എന്ത് കിട്ടും? m = 0 എന്ന് കിട്ടും. അപ്പം നമുക്ക് രണ്ട് ലിമിറ്റായി, ഒന്ന് 0-യും ഒന്ന് n/2 - 1. അപ്പോൾ ലോവർ ടു അപ്പർ ലിമിറ്റ് എഴുതുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം? ഇവിടെ എഴുതുമ്പോൾ എന്തൊക്കെ കൊടുക്കണം? n-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? n - 1 - m എന്ന് കൊടുക്കണം. അതായത് n കാണുന്നിടത്ത് അത് കൊടുക്കണം. ഇവിടെ n എന്നുള്ള ലിമിറ്റ് എന്തായി മാറും? m ആയി മാറും. അതാണ് ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എഴുതിയത്. ഓക്കെ, ആദ്യത്തേന് മാറ്റിയില്ല. സിഗ്മ n = 0 to n/2 - 1 h of n e raised to minus j omega n plus n-ന് പകരം m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്മ m = 0 to n/2 - 1 h of n-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? n - 1 - m കൊടുക്കണം. e raised to minus j omega n, ആ n-ന്റെ അവിടെ എന്ത് കൊടുക്കണം? n - 1 - m. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വെറുതെ ഒരേ വേരിയബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എപ്പുട്ട് m = n കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെ m ഉണ്ടോ അവിടെ എന്തിട്ട് കൊടുക്കണം? n ഇട്ട് കൊടുക്കുക. n ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തായി മാറി? സിഗ്മ n = 0 n/2 - 1 h of n e raised to minus j omega n plus sigma n = 0 n/2 - 1 h of n - 1 - n. കണ്ടോ? m-ന് പകരം n ഇട്ട് കൊടുത്തു. e raised to minus j omega into n - 1 - n. ഇപ്പം നമുക്ക് രണ്ട് ലിമിറ്റ് സെയിം ആയി. ഇനി നമ്മൾ സിമെട്രിക് ഇക്വേഷൻ ആണെന്നറിയാം. സിമെട്രിക് ആണെന്നുള്ള കണ്ടീഷൻ എന്താണ്? h of n equal to h of n - 1 - n ആണല്ലോ. അപ്പോൾ ഈ h of n - 1 - n വരെ നമുക്ക് എന്തെന്ന് എഴുതാം? h of n എന്ന് എഴുതാലോ. അതാണ് അടുത്ത ഇക്വേഷനിൽ എഴുതിയിരിക്കുന്നത്. സോ ദ ഇക്വേഷൻ ബിക്കംസ് sigma n = 0 to n/2 - 1 h of n e raised to minus j omega n plus sigma n = 0 n/2 - 1 h of n. നോക്കിയേ, h of n ഇൻറ്റു ഈ പോർഷനിൽ എന്താ വരുന്നത്? ആ n - 1 - n-ന് പകരം നമ്മൾ എന്താ എഴുതുന്നത്? h of n എഴുതി ഇൻറ്റു e raised to minus j omega n - 1 - n എന്ന് എഴുതി. ഓക്കെ, അത്ര എഴുതി കഴിഞ്ഞിട്ട് ഇനി നേരത്തെ പോലെ തന്നെ നമുക്ക് ഫൈനൽ എക്സ്പ്രഷൻ ഉണ്ട്. ഫൈനൽ എക്സ്പ്രഷനിൽ ഒരു e raised to minus j omega n - 1/2 പുറത്താണ്. അപ്പോൾ നമ്മളിവിടെ അതുകൊണ്ട് ആ ഒരു ടേം പുറത്തെടുക്കുന്ന പോലെ ചിന്തിച്ചിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? ഇവിടെ മൈനസ് ആണെങ്കിൽ ഇതിനെ എന്തിട്ട് മൾട്ടിപ്ലൈ, ഇവിടെ പ്ലസ് വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ രണ്ടിൽ സമ്മേഷൻ സെയിം ആണ്. h of n കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അത് ആദ്യം പുറത്തെടുത്തു. അതാണ് സിഗ്മ n = 0 to n/2 - 1 h of n. പിന്നെ ഇവിടെയുള്ള e raised to minus j omega n അങ്ങനെ എഴുതി. പിന്നെ e raised to minus j omega into n - 1/2 പുറത്തുള്ളതുകൊണ്ട് അതിൻ്റെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ എന്ത് കൊടുത്തു? e raised to j omega into
n minus 1 by 2. അതുപോലെ തന്നെ അടുത്ത ടേം e raised to minus j omega into n minus 1 minus n എന്നെടുത്തു into e raised to j omega n minus 1 by 2. ഇനി നേരത്തെ പോലെ തന്നെ എക്സ്പോണൻഷ്യൽ ടേംസിനെ ആഡ് ചെയ്യുക. എക്സ്പോണൻഷ്യൽ ടേംസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? കണ്ട, ഈ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എന്നിട്ട് e raised to j omega പുറത്തെടുക്കണേ. അപ്പോൾ e raised to j omega പുറത്തെടുക്കുമ്പോൾ പിന്നെ ഈ ടേം അല്ലേ ഉള്ളൂ, അതാണ് n minus 1 by 2. പിന്നെ ഇവിടെ ഒരു മൈനസ് n ഉണ്ടല്ലോ, അതാണ് മൈനസ് n പ്ലസ്. ഇനി ഇവിടെ നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത് e raised to minus j omega ആണ്. അപ്പോൾ e raised to minus j omega പുറത്തെടുത്ത് കഴിയുമ്പോൾ പിന്നെ ഈ പോർഷൻ അല്ലേ ഉള്ളൂ, അതാണ് ഇവിടെ എഴുതിക്കണേ n minus 1 minus n. പിന്നെ മൈനസ് എടുത്തുകൊണ്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒരു മൈനസ് കൊടുക്കണം. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ഓഫ് n minus 1 by 2. ഇനി നേരത്തെ പോലെ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുത്തിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വന്നു? ഇത് ഇങ്ങനെ തന്നെ വരും. e raised to j omega n by 2 n minus 1 by 2 മൈനസ് n വന്നു. ഇത് 2n minus 2, ഇത് 2n മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ n വരും. പിന്നെ മൈനസ് 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ മൈനസ് 1 വരും. ദാറ്റ് ഇസ് n minus 1 by 2. പിന്നെ മൈനസ് 2 by 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വന്നു? മൈനസ് n വന്നു. അപ്പം സോ ദാറ്റ് ബിക്കം സിഗ്മ n equal to 0 to n by 2 minus 1 h of n e raised to j omega into n minus 1 by 2 minus n plus e raised to minus j omega n minus 1 by 2 minus n e raised to minus j omega n minus 1 by 2. ഇപ്പോൾ ഇത് ഏത് ഫോമുലായി? e raised to j theta plus e raised to minus j theta. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 2 cos theta എന്ന് എഴുതാമല്ലോ. കാരണം നമ്മൾ പഠിച്ച ഇക്വേഷൻ cos theta equal to e raised to j theta plus e raised to minus j theta by 2 ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 cos theta is equal to e raised to j theta plus e raised to minus j theta. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ഇതിന് പകരം എഴുതാമല്ലോ. സോ ദാറ്റ് ബിക്കംസ് സിഗ്മ n equal to 0 to n by 2 minus 1 h of n പകരം ഇത്രയും പോർഷന് പകരം നമ്മൾ എന്ത് എഴുതും? 2 into cos theta എന്ന് പറയുന്നത് എന്താ? ഒമേഗ ഇൻറ്റു n minus 1 by 2 minus n. അതാണ് ഇവിടെ 2 cos omega into n minus 1 by 2 minus n e raised to minus j omega n minus 1 by 2. ഇനി ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്യാണ്. ഫൈനൽ ആൻസർ പോലെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഇതിൽ നിന്ന് n by 2 മൈനസ് 1 by 2, ആ മൈനസ് 1 by 2 ഇങ്ങോട്ടും കൊണ്ടുവന്നു, ഈ മൈനസ് n അങ്ങനെ ഇട്ടു. സോ ദാറ്റ് ഇസ് ഇത് നമ്മൾ എഴുതുമ്പോൾ എന്താ? 2 into h of n. ഇത് 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. സോ ദാറ്റ് ഇസ് 2 into h of n cos of omega into ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. സോ ദാറ്റ് ബിക്കംസ് n by 2 മൈനസ് n മൈനസ് 1 by 2. ഇത് തന്നെയാണ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റു e raised to minus j omega n minus 1 by 2. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ദാണ്ട് ഇത്രയും പോർഷൻ n by 2 മൈനസ് n ഇതിനെ നമ്മൾ k എന്ന് കൊടുക്കുന്നു. സോ ദിസ് പോർഷൻ ദാറ്റ് ഇസ് k ഈക്വൽ ടു n by 2 മൈനസ് n. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് n എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? n by 2 മൈനസ് k. ഇനി നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കുകയാണ്. വെൻ n ഈക്വൽ ടു 0, n ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ k എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? n by 2 കിട്ടും. ഇനി അടുത്ത കേസ് എന്താണ്? വെൻ n ഈക്വൽ ടു n by 2 മൈനസ് 1. കണ്ടോ? n ഈക്വൽ ടു n by 2 മൈനസ് 1 കൊടുക്കുമ്പം അത് നമ്മളിവിടെ ഇവിടെ n by 2 ഉണ്ടേ, അത് ഞാൻ ഇവിടെ നമുക്ക് കാരണം എന്താ? ദെയർഫോർ n by 2 ഈക്വൽ ടു n by 2 മൈനസ് ഇത് നല്ല വരുന്നത്. കാരണം n നമ്മൾ എന്താ കൊടുക്കുന്നത്? n by 2 മൈനസ് 1. സോ ദാറ്റ് ഇസ് ഇവിടെ ഒരു by 2 ഉണ്ട്, അത് കട്ടായി പോയതാണ്. സോ ദാറ്റ് ഇസ് n by 2 മൈനസ് 1 ഈക്വൽ ടു n by 2 മൈനസ് k. അപ്പോൾ ഇവിടുത്തെ ഒരു n by 2 ക്യാൻസൽ ആവും, നമുക്ക് k ക്യാൻസൽ എന്തും 1 കിട്ടും. അപ്പോൾ നമ്മുടെ kയുടെ ലിമിറ്റ് എന്തായി മാറി? k ഈക്വൽ ടു 1 to n by 2 എന്നായി മാറി. സോ അതാണ് ഞാൻ അടുത്ത് എഴുതിയത്. സോ ദാറ്റ് മീൻസ് ഇക്വേഷൻ ബിക്കംസ് n ഈക്വൽ ടു 0ക്ക് പകരം എന്ത് വന്നു? k ഈക്വൽ ടു 1 കൊടുത്തു. n ഈക്വൽ ടു n by 2 മൈനസ് 1ന് പകരം എന്ത് വന്നു? k ഈക്വൽ ടു n by 2 2 into h. ഇനി n-ന് പകരം എന്ത് കൊടുക്കണം? ഇവിടെ n-ന് പകരം എന്താ കൊടുക്കണ്ടേ? n by 2 മൈനസ് k. അതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്, n by 2 മൈനസ് k. അത് കഴിഞ്ഞ് കോസ് ഓഫ് ഒമേഗ. ഈ n by 2 മൈനസ് n-ന് പകരം എന്താ കൊടുക്കേണ്ടത്? k. ഓക്കെ, കോസ് ഒമേഗ ഓഫ് k. പിന്നെ എന്താ ഉള്ളു? ഒരു ഹാഫ് മൈനസ് ഹാഫ് ഇൻറ്റു e raised to minus j omega n minus 1 by 2. ഇനി ഒരു ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ്? പുട്ട് k ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ k കാണുന്നിടത്തല്ല എന്തിട്ട് കൊടുക്കുക? n ഇട്ട് കൊടുക്കുക. therefore the equation becomes sigma n equal to 1 to n by 2 2h into n by 2 minus k. kക്ക് പകരം എന്ത് കൊടുക്കുക? n കൊടുക്കുക. മൈനസ് n ഇൻറ്റു കോസ് ഓഫ് ഒമേഗ ഇൻറ്റു ഇവിടെയും kക്ക് പകരം എന്ത് കൊടുക്കുക? n മൈനസ് ഹാഫ് ഇൻറ്റു e raised to minus j omega n minus 1 by 2. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യണം. ഹെൻസ് പ്രൂവ് നോക്കി, ഇതല്ലായിരുന്നു നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ. നോക്കി കണ്ട, we had to prove h of e raised to j omega equal to sigma n equal to 1 to n by 2 2h n by 2 minus n cos of omega of n minus half e raised to minus j omega n minus 1 beta. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും അതിനെ റീഅറേഞ്ച് ചെയ്ത് എന്തിലേക്കാണ് എത്തേണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് നോട്ട്ബുക്കിൽ എഴുതുക. താങ്ക് യു.